കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കളെ ആടുകളുമാണ്. ഒരിടയനറിയാം ആടിനെ എങ്ങനെ നടത്തണമെന്ന്. ആടുകൾക്ക് മുമ്പായി നടക്കുന്ന ഇടയൻ, നല്ല മേച്ചിൽ മാത്രം കൊണ്ടുപോകുന്നവൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നവൻ. കൂരൽ വരുമ്പോഴും ആ ഇടയൻ കൂടെയിരിക്കും. മരണത്തിൻ്റെ നിഴൽ വരുമ്പോഴും ആ ഇടയൻ മാറത്തില്ല. ആഗമനത്തെ പരിപാലിക്കുന്ന നല്ലൊരു ഇടയനെയാണ് നാം സേവിക്കുന്നത്. അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ കുറവുകൾ ഏറ്റുപറയാം, അകൃത്യങ്ങളും പാപങ്ങളും ഏറ്റുപറയാം, അവിശ്വസ്തതകൾ ഏറ്റുപറഞ്ഞ് കർത്താവേ എന്നെ നന്നായി ഒന്ന് കഴുകണമേ എന്ന് നമുക്ക് അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കാം. ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമിഷവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇരുട്ട് വരുത്തുന്നതും വെളിച്ചം വരുത്തുന്നതും ദൈവമാണ്. നമ്മുടെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണാൽ അത് എണ്ണപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ നമ്മളെ മുഴുവനായി, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും സങ്കീർണമാകട്ടെ ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള, അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, നാം സേവിക്കുന്നത്. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്നും നടത്തും, മേലാലും നടത്തും. ആ ഒരു വിശ്വാസം എപ്പോഴും നമ്മുടെ അകത്ത് ഉണ്ടാവണം. വിളിച്ചു പറ, പതറുകയില്ല, ഞാൻ പതറുകയില്ല. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ പാന്താവുകളും ആഞ്ഞടിക്കുമ്പോഴും ഒരു ഭക്തന് പറയാൻ കഴിയും, ഞാൻ പതറത്തില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിങ്കലേക്ക് മാത്രം നോക്കിക്കൊണ്ട് പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ നമുക്കിടയാകട്ടെ. വരുവാനുള്ളവൻ വരും. ആവർത്തിച്ചു പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ അവിടുന്ന് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഇന്നലകളിൽ നടത്തിയ ദൈവം അനന്യനായ ദൈവമാണ്, വാക്കുമാറാത്തവനാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരുന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് പറഞ്ഞ ദൈവം, അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ദൈവമാണ്. നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരു ദൈവമുണ്ട്. യോബ് പറഞ്ഞതുപോലെ തൻ്റെ ഒരു പ്രാർത്ഥന വാചകം ഇങ്ങനെയായിരുന്നു, യഹോവേ അങ്ങയ്ക്ക് സകലവും കഴിയും, അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് പറയുന്നു, അവിടുന്ന് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണെന്ന് മറ്റൊരു ഭാഗത്ത് നാം വായിക്കുമ്പോൾ യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അറിവ് കൂടാതെ ആലോചനയെ, ദുഷ്ടശക്തിയുടെ ആലോചനകളെയും ചിന്തകളെയും അവരുടെ വിചാരങ്ങളെ അബദ്ധമാക്കി ദൈവത്തിൻ്റെ ആലോചന മാത്രം നിവർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ വാക്കുകളോ സ്കാൻ മെഷീൻ വന്ന പ്രത്യേകമായ ചില കാര്യങ്ങളോ കണ്ട് ഭയപ്പെടേണ്ട. യെശയ്യാ 46:10 വിളിച്ചു പറയുന്നത്, ആവർത്തിച്ച് പറയുന്നു, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ഹെരോദാവിൻ്റെ ആലോചന, ഫറവോൻ്റെ ആലോചന, ഇസബെലിൻ്റെ ആലോചന, ഹാമാൻ്റെ ആലോചന, ആഹാബ്യശക്തിയുടെ ആലോചനകളൊക്കെ ദൈവം പൊളിക്കാൻ പോകുകയാണ്. അത് നടപ്പിലാകത്തില്ല. അവർ എത്ര ശക്തരായാലും എത്ര പദ്ധതി ഒരുക്കിയാലും കൂടിയാലോചിക്കട്ടെ, അതിനെയൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഇന്നും തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തി യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറകളിലും വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതിന് സംശയമില്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം
നമ്മൾ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, വിശ്വസിക്കുന്നവൻ ഉറച്ചു നിന്ന് ദൈവം നൽകുന്ന വിടുതലുകളും ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളതിന് സംശയമില്ല. 140 സങ്കീർത്തനം 13 വാക്യം. അതേ, നീതിമാന്മാർ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും, നേരുള്ളവർ നിൻ്റെ സന്നിധിയിൽ വസിക്കും. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദുഷ്ടമനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് സാഹസക്കാരൻ്റെ പക്കൽ നിന്ന് എന്നെ പരിപാലിക്കണമേ. അവർ യുദ്ധം ചെയ്തും സർപ്പവിഷം പോലെ തങ്ങളുടെ നാവിൽ കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ അതിൻ്റെ റിസൾട്ട് താൻ പറയുന്ന ഭാഗമാണ്, നീതിമാന്മാർ ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. കാരണം നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്, നേരോടെ വിധിക്കുന്ന ദൈവമാണ്, നീതിയുള്ള ന്യായാധിപതിയാണ്. ആരും നിങ്ങൾക്ക് ന്യായം നൽകിയില്ലെങ്കിലും, നീതിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും ഭാരപ്പെടേണ്ട. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും നിങ്ങളുടെ അന്തര ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തട്ടെ, പല സംസാരങ്ങളും നിങ്ങൾക്കെതിരെ കുരമ്പുകൾ പോലെ പതിക്കട്ടെ, വിളിച്ചു പറ, നീതിമാനായ ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീതിമാന്മാർ ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യണം. നീതിമാനായൊരു ദൈവം ഞങ്ങളെ കാണുന്നുണ്ട്, ഞങ്ങളെ അറിയുന്നുണ്ട് എന്ന വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അടുത്ത, നേരുള്ളവർ നിൻ്റെ സന്നിധിയിൽ വസിക്കും. നമ്മളെ ഒരിടത്തു നിന്ന് ഇളക്കിക്കളയാൻ, ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല കേട്ടോ. എത്ര പേർ വിശ്വസിക്കുന്നു? നേരുള്ളവർ ദൈവത്തിൻ്റെ സന്നിധി വസിക്കും. 84 സങ്കീർത്തനത്തിൽ കൊരപുത്രന്മാർ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. മറ്റൊരിടത്ത് പറയുന്നു, യഹോവ നേരുള്ളവൻ. സ്തോത്രം. നേരുള്ളവനായ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തെ നേരായ പാതകളിൽ നടത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. വിശ്വസിക്കാം, ധൈര്യത്തോടെ പറ, ഞങ്ങൾ ദൈവസന്നിധിയിൽ വസിക്കും. ഞാനൊരു തെളിവ് പറയാം. ഒത്തിരി പ്രസംഗം കേട്ട ഭാഗമാണ്. ഹാമാന്യ ശക്തികൾ മൊർദെഖായിക്കും എസ്തേറിനുമൊക്കെ എതിരെ പദ്ധതി ഒരുക്കി, തകർത്ത് കളയാൻ നോക്കി, പേര് നശിപ്പിക്കാൻ നോക്കി, അധികാരം ഉപയോഗിച്ചു, രേഖ എഴുതിപ്പിച്ചു. പക്ഷേ മൊർദെഖായും എസ്തേറുമൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, വിശ്വസ്തരായിരുന്നു, നേരുള്ളവരായിരുന്നു. നേരുള്ളവർ ദൈവത്തിൻ്റെ മുഖം കാണും കേട്ടോ. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർക്കെതിരെയുള്ള രേഖകളെ ദൈവം തിരുത്തിവിട്ടെങ്കിൽ അത് കൊണ്ടുവന്നവൻ്റെ തലയിലേക്ക് തന്നെ അത് മാറിപ്പോയെങ്കിൽ നിങ്ങൾ നേരോടെ നിൽക്കൂ, നിങ്ങൾക്കൊരു ദോഷവും ദൈവം വരുത്തത്തില്ല. നേരുള്ളവർ സ്ട്രോങ്ങായി നിൽക്കും, ഉറച്ചു നിൽക്കും, ശക്തിയോടെ നിൽക്കും. രണ്ടാമത്തെ ഉദാഹരണം, ദാനിയേലിനെ കുറ്റം കണ്ടെത്താൻ അവർ പല പദ്ധതികളും ശത്രുക്കൾ നോക്കി. എന്നാൽ ദാനിയേൽ വിശ്വസ്തനായിരുന്നു. എങ്കിലും തൻ്റെ ആരാധന വിഷയത്തിനെതിരെ ശക്തമായൊരു പ്രതികൂലം അയച്ചുവിട്ടു. ദാനിയേൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കേണ്ടവനോടെ പ്രാർത്ഥിക്കത്തുള്ളൂ, ആരാധിക്കേണ്ടവനെ ആരാധിക്കത്തുള്ളൂ, വണങ്ങേണ്ടവൻ്റെ മുമ്പിലെ വണങ്ങത്തുള്ളൂ. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ. നേരിനു വേണ്ടി നിന്നു, വിശുദ്ധിക്ക് വേണ്ടി നിന്നു, വേർപാടിന് വേണ്ടി നിന്നു. പ്രതികൂലങ്ങൾ ശക്തമായി, രേഖ തനിക്കെതിരായി. പക്ഷേ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് തന്നെ എറിയപ്പെട്ടു. എന്തെങ്കിലും സംഭവിച്ചോ? പിറ്റേ പ്രഭാതത്തിൽ ദാനിയേൽ ഇട്ട രാജാവിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, രാജാവ് ദുഃഖശബ്ദത്തോടെയാണ് വിളിച്ചത്, ദാനിയേലെ, നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്ന് വിടുവിപ്പാൻ പ്രാപ്തനായോ? കയ്യിൽ നിന്ന് വിടുവിപ്പാൻ
പക്ഷെ ദാനിയേൽ എന്താ ചെയ്തത്? രാജാവേ, അങ്ങ് ദീർഘായുസോടെ ഇരിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നേരോടെ നിന്നവനാണ്, വിശ്വസ്തയോടെ നിന്നവനാണ്, വിശുദ്ധിയോടെ നിന്നവനാണ്, വേർപാടിന് വേണ്ടി ഞാൻ സ്റ്റെപ്പ് എടുത്തവനാണ്, എനിക്കൊരു കുഴപ്പവും എൻ്റെ ദൈവം വരുത്തിയില്ല. ഇനി നോക്കൂ, ദാനിയേലിനെ കുറ്റം വിധിച്ച അനീതി ദാനിയേലിനെ ഉണ്ടാക്കിയവനെ സിംഹത്തിൻ്റെ കുഴിയിലെത്തുന്നതിന് മുമ്പ് അവരുടെ അസ്ഥികളെ സിംഹങ്ങൾ തകർത്ത് കളഞ്ഞെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നേരോടെ നടക്കൂ. ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തില്ല. നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കൂ, നിങ്ങളെ ദൈവം സൗഖ്യമാക്കും. നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കൂ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങൾ കഷ്ടതയുടെ തീച്ചൂളയിലാണെങ്കിലും ദൈവം നിങ്ങളെ ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യും. ഒരു ശക്തിയും നിങ്ങളെ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ. നീതിമാർ സ്തോത്രം ചെയ്യട്ടെ. നീതിമാന്മാർ സ്തോത്രം ചെയ്യുക. വിടുതലിന് സ്തോത്രം ചെയ്യുക. സൗഖ്യത്തിന് സ്തോത്രം ചെയ്യുക. ബലത്തിന് സ്തോത്രം ചെയ്യുക. കുടുംബജീവിതത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം നൽകിയ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കൂ. നിങ്ങൾക്കൊരു ഇപ്പോൾ നിങ്ങൾ ചില ക്ലേശങ്ങളിലൂടെ പോകുന്നതായിരിക്കാം. വേദനകൾ സങ്കീർണമാകാം. ആരോടും പറയാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങളുണ്ട്. പക്ഷേ നിങ്ങളെ ദൈവം ഉറപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെട്ട, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, അടിപ്പണിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ജയം കൽപ്പിക്കുന്നു. സകല ദുഷ്ടൻ്റെ ആധിപത്യങ്ങളെയും ദൈവം തകർത്തുകൊണ്ട് തൻ്റെ ജനത്തിന് വിടുതൽ നൽകിയിരിക്കാൻ സ്തോത്രം, സൗഖ്യം നൽകിയിരിക്കാൻ സ്തോത്രം, ബലം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം, അടിപ്പണിൻ്റെ ശക്തി വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം, ശരീരാത്മദേഹികളിൽ ദൈവത്തിൻ്റെ ബലം കൽപ്പിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം, ഉന്മേഷവും ബലവും കർത്താവ് കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം, അടിപ്പണൻ്റെ ശക്തി വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. ചില രേഖകൾ ഞങ്ങൾക്കെതിരെ ഉള്ളതിനെ തിരുത്തി എഴുതിയിരിക്കാൻ സ്തോത്രം, ആരോഗ്യവും രോഗശാന്തിയും വരുത്തിയിരിക്കാൻ സ്തോത്രം. എൻ്റെ ദൈവത്താൽ പടക്കൂട്ടം നേരെ പാഞ്ഞെല്ലാനുള്ള കരുത്തും കൃപയും ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ നയിക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ.